തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1 തെസ്സലോനിക്കർ 4:9-12 വരെയുള്ള വാക്യം. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കോദോനിയിൽ എങ്ങനെയുമുള്ള സഹോദരന്മാരോടൊക്കെ അങ്ങനെ ആചരിച്ചു പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്ന് പുറത്തുള്ളവരോട് യോഗ്യമായി പെരുമാറുവാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിന് മാതൃകയുള്ളവരായിരിക്കണം. എങ്ങനെയാ മാതൃകകൾ? സ്നേഹം ആചരിക്കണം. നമ്മൾ സ്നേഹിക്കാനായിട്ട് കഴിയണം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, കരുതുവാനായിട്ട്. നമ്മുടെ ഫാമിലിയിലുള്ളവരെ മാത്രമല്ല, നമ്മൾ പുറത്തു കാണുന്നവരോട്, നമ്മളുമായിട്ട് ഇടപെടുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയായിട്ട് നമ്മൾ ഇടപെടുന്നു അവരെയൊക്കെ സ്നേഹിക്കുവാനായിട്ട്, അവരെയൊക്കെ കരുതുവാനായിട്ട് നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. യോഗ്യമായി പെരുമാറണം. നമ്മുടെ പെരുമാറ്റം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മൾ ദൈവ മക്കളാണെന്നൊരു ബോധ്യത്തോടെ വേണം നമ്മൾ എവിടെ നിൽക്കുമ്പോഴും പെരുമാറുവാനായിട്ട്. നമുക്കതിന് കഴിയണം. ലോക മനുഷ്യനെ പോലെ ആകാതെ കർത്താവിന് ഹിതമായത് ചിന്തിപ്പാനും ആ കർത്താവിന് ഹിതമായത് മാത്രമേ നമ്മുടെ നാവിൽ നിന്ന് വരാവൂ. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവിന് യോഗ്യമാവണ്ണമായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിപ്പാൻ. നമ്മൾ ലോകത്തിന് മാതൃകയായിരിക്കണം ദൈവമക്കൾ. നമ്മളിലൂടെ വേണം അനേകര് കർത്താവിനെ അറിയുവാൻ. നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, നമ്മളെ മറ്റുള്ളവർ നോക്കിക്കൊണ്ടായിരിക്കുന്നേ. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടാണ് ലോകം ഇരിക്കുന്നത്. നമ്മളെ ലോകത്തിന് മാതൃകയുള്ളവരായിരിക്കണം, അടങ്ങി പാർക്കുന്നവരായിരിക്കണം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാതൃകയായിരിക്കണം. അടങ്ങി പാർക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതെ അടങ്ങിയിരുന്ന് പാർക്കാനല്ല, നമ്മൾ മാതൃകയായിട്ട് ജീവിക്കണം. നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു അവിടെയൊക്കെ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. സ്വന്തം കാര്യം നോക്കുന്നവരായിരിക്കണം. നമ്മളുടെ ഭവനത്തിലെ കാര്യം, നമ്മൾ എവിടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ദൈവമക്കൾ ചെയ്യണം. ജോലിയിൽ പോകുമ്പോഴാണെങ്കിലും നമ്മളെ കണ്ട് മാതൃകയാക്കണം. ജോലിക്ക് പോകുമ്പോൾ ഉത്സാഹത്തോടെ ജോലിക്ക് പോകണം. അയ്യോ ഇന്നൂടെ പോണമല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ഇന്നൂടെ ചെയ്യണമല്ലോ. നമ്മൾ എവിടെ ആക്കി കർത്താവ് നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം ദൈവമക്കൾ. ഓർത്തുകൊള്ളണം, ജോലിക്ക് പുറത്തു പോകുന്നവർ ഓർത്തുകൊള്ളണം, ജോലി ഇല്ലാതെ അനേകര് ഭാരപ്പെടുന്നു, ജോലി ഇല്ലാതെ അനേകര് പ്രയാസപ്പെടുന്നു. അല്ലെങ്കിൽ കർത്താവ് തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ പോകണം. കുടുംബജീവിതമില്ലാതെ അനേകര് ഭാരപ്പെടുന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം പറയണം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം പറയണം. നമുക്ക് ആയിരിക്കുന്ന ഇടത്ത് നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. അവിടെയൊക്കെ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കണം. ദൈവ മക്കൾ മടി പിടിച്ചിരിക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മേഖലയിൽ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ശോഭിക്കാനായിട്ട് കഴിയണം. നമ്മൾ അലസന്മാരാവരുത്. എന്തൊക്കെ ജോലി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമല്ലോ, എന്തൊക്കെ ജോലി നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പൗലോസിനോട് മാതൃക കാണിച്ചു തരുക. പൗലോസ് പറയാ ദൈവ മക്കൾ ഇങ്ങനെ ആയിരിക്കണം. നമ്മള് ദൈവമക്കൾ അലസന്മാരായി മടിയന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലോകം നമ്മളെ നോക്കുക, നമ്മളെ കുറ്റം വിധിക്കാൻ ഇടയാകരുത് ലോകം. അത് നമ്മൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ ആയുസ്, നമുക്ക് കർത്താവ് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ഈ സമയം തക്കത്തിന് ഉപയോഗിക്കണം. നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്യണം. ജോലി ചെയ്ത് വേല ചെയ്ത് നമ്മുടെ കുടുംബത്തെ നയിപ്പാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവാണ് നമ്മളെ നടത്തുന്നത്. നീ കർത്താവിന്റെ കയ്യിൽ നിന്റെ ജീവിതത്തെ കൊടുത്ത്, കർത്താവിന്റെ കയ്യിൽ ഒരു ദിവസത്തെ കൊടുത്ത് നീ ഒന്ന് ഇറങ്ങിക്കേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ എഴുന്നേൽക്കാനായിട്ട് കഴിയണം. നിരാശപ്പെട്ടല്ല എഴുന്നേൽക്കേണ്ടത്. കർത്താവ് എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ കർത്താവ് തന്ന നന്മകളെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തേ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. ഇന്നത്തെ ദിവസം ജയകരമായി നടത്തുവാൻ വലിയൊരു പ്രത്യാശ നിന്റെ ഉള്ളിൽ ഉണ്ടാകും. കർത്താവ് നടത്തുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിലും എഴുന്നേൽക്കാൻ കഴിഞ്ഞതിനായി സ്തോത്രം പറഞ്ഞുകൊണ്ടൊന്ന് എഴുന്നേറ്റ് ദൈവമക്കൾ മാതൃകയുള്ളവരായിരിക്കണം.
കർത്താവ് എവിടെയാക്കിയോ അവിടെയൊക്കെ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ എവിടെ കർത്താവ് നിർത്തിയാലും ഓർത്തുകൊള്ളണം, അവിടെയൊക്കെയും കർത്താവിന് എന്നവണ്ണം വിശ്വസ്തരോടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. അൾസർ സംബന്ധമായ രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അൾസറിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടുമാറുവാൻ ആ അൾസറിന്റെ മേൽ ഞങ്ങൾ അധികാരം എടുക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുള്ള സൗഖ്യം കർത്താവേ, നീ ആ വ്യക്തിയുടെ മേലപ്പാ നീ അയച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പാ നീ വിടുവിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അടിവയറ്റിൽ വേദനയുമായി ഭാരപ്പെടുന്ന വ്യക്തി അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിക്കടിക്ക് ഹല്ലേലൂയ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന വ്യക്തിയെ അപ്പാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ഞങ്ങൾ അധികാരം എടുക്കുന്നു കർത്താവെ. രക്തസ്രാവകാരി സ്ത്രീയെ കർത്താവെ നീ സൗഖ്യമാക്കിയ കർത്താവ് അപ്പാ, ഈ വ്യക്തിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബ്ലീഡിംഗ് യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ കർത്താവെ. പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കർത്താവെ നീ അയച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ കരം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.